അപ്പോൾ അതെല്ലാം ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ LDFും CPIഎമ്മും ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. PB അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാനും അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ അത് കാണേണ്ടത്. അല്ല, അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിലും. ഇതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. അദ്ദേഹം ഇപ്പം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എനിക്കറിയില്ല. നിങ്ങൾക്കാണ് ഒരു പക്ഷേ അറിയുക. അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടണം, അതിന് ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണം, അതിനാവശ്യമായ ഒരു വിധിയെഴുത്ത് നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അത് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് എല്ലാ മനുഷ്യരോടും സോഫ്റ്റ് നിലപാടല്ലേ. ആശയപരമായ കാര്യങ്ങളിൽ ദൃഢതയുണ്ടാവും, അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. പക്ഷേ വ്യക്തികളെന്ന നിലയിൽ നമുക്ക് ആരോടും ശത്രുതയുണ്ടോ? ആരോടും ശത്രുതയില്ലല്ലോ. എല്ലാവരോടും സാഹോദര്യം, സൗഹൃദം, അത്രയല്ലേ ഉള്ളൂ. അല്ല, ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. കേരളത്തിൽ ഏതൊരു വോട്ടർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ആര് മത്സരിക്കും എന്ന് നോക്കിയല്ല LDF നിലപാട് സ്വീകരിക്കുന്നത്. LDF നാടിൻ്റെ ഭാവിയെ കരുതി, ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തെ കരുതി ഉള്ള നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ്. ആര് മത്സരിക്കുന്നു എന്നതൊന്നും ഞങ്ങൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല. അത് അവരവരുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല. അല്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയുമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനും മുൻപായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെയൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതൊക്കെ ആലങ്കാരികമായ വിശേഷണങ്ങളാണ്, സ്വാഭാവികം. ഇന്നിപ്പോൾ ഇനിയും പോകാൻ സാധിക്കില്ലല്ലോ, ഇവിടെയല്ലേ. നാളെ തീർച്ചയായിട്ടും നാളെ അങ്ങയുടെ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിലിട്ട് കുഞ്ഞാലിയുടെ മണ്ണാണ്, വലിയ വിപ്ലവ മണ്ണാണെന്ന് പറയുന്ന നിലമ്പൂരിലേക്ക് എന്തുകൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിലേക്ക് ഒരാൾ വരാത്തത്? അവിടെ ചുമതല വഹിക്കുന്ന M. സുരാജ് വരുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചോദ്യമുണ്ട്. അങ്ങേ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും ഒരു ആവശ്യം. അത് അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണോ, അങ്ങ് നല്ല എതിരാളിയാണെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണോ? അതിലെങ്ങനെയാണ് അങ്ങ് കാണുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, LDFന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിയിട്ടില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന് മുൻപ്, അതല്ലേ 2-ാം തീയതിയാണ് എന്ത് തോന്നുന്നു നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന സമയം. അപ്പോൾ അതിന് മുമ്പ് തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ മുൻപേ തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ പോലും. ഞങ്ങളുടെ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 30-ാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. വൈകിട്ടില്ല. 1. 2, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില സുഹൃത്തുക്കൾ എന്നോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി. എനിക്കതിൽ തോന്നുന്നത്, അപ്പോൾ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥിത്വത്തിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അപ്പോൾ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂടി അഭിപ്രായത്തെ മുഖവിലക്കെടുത്ത ഈ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ നിങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, എന്നാ പിന്നെ കാണാം. ശരി. ഉപതെരഞ്ഞെടുപ്പിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. നിറചിരിയോടുകൂടിയാണ് M. സ്വരാജ് മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്കൊപ്പം കണ്ട് സംസാരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം കൂടി ആഗ്രഹിച്ച സ്ഥാനാർത്ഥിത്വമാണ് തൻ്റേത് എന്ന് M. സ്വരാജ് സൂചിപ്പിച്ചിരിക്കുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് M. സ്വരാജിനെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിറ്റിംഗ് സീറ്റായിട്ടുള്ള നിലമ്പൂരിൽ LDFനും CPIMനും അഭിമാന പോരാട്ടമായിട്ട് ഈ പോരാട്ടം
മാറാൻ പോകുന്നു. ആ അർത്ഥത്തിൽ ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥിയെയാണ് ഒരുപക്ഷെ എം സ്വരാജിലൂടെ LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് മത്സരിച്ച എല്ലാ ഇടങ്ങളിലും തൻ്റെതായ പോരാട്ട വീര്യം, പാർട്ടിയുടേതായ പോരാട്ട വീര്യം, അതിനൊപ്പം തൻ്റെതായ സവിശേഷമായ പോരാട്ട വീര്യം പ്രദർശിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് എം സ്വരാജ്. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ പ്രമുഖ നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്കാണ് എം സ്വരാജ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. തൃപ്പൂണിത്തുറ മുൻ MLA ആയ സ്വരാജ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ആ പരാജയത്തിലും ഒരു തരത്തിലുള്ള നിരാശയും പ്രകടിപ്പിക്കാതെ അന്നു മുതൽ തന്നെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ തുടരുകയും ഇടതുപക്ഷത്തിൻ്റെ യുവത്വത്തിൻ്റെ ധീരമായ വക്താക്കളിൽ ഒരാളായിട്ട് പല ഘട്ടങ്ങളിൽ മാറുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് എം സ്വരാജ്. ഇടത് സ്വതന്ത്രനായിരുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് മുന്നണി വിട്ടതോടെയാണ് നിലമ്പൂരിൽ